അടിമാലി ദേവികുളം മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. ദേശീയപാത 85-ൽ വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ്. വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നുണ്ട്. കനത്ത മഴ തുടർന്നാൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസവും കണ്ടതാണ് അടിമാലി ദേവികുളം മേഖലയിലൊക്കെ കനത്ത മഴയാണത് മാത്രമല്ല അവിടെ വലിയ തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടുന്നുണ്ട്. കനത്ത മഴയുണ്ടായാൽ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുന്ന സാഹചര്യമായിരിക്കും. ഏറ്റവും പ്രധാനമായി ആ ഭാഗത്ത് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ അടിമാലിയിൽ തന്നെ ഒരു വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. 6ഓളം വീടുകൾ മണ്ണിടിച്ചിലിൽ പൂർണ്ണമായി നിലംപൊത്തി. ഒരു കുടുംബത്തിലെ ഗൃഹനാഥൻ മരിച്ചത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ വലിയ മുന്നറിയിപ്പ് വീണ്ടും നൽകുന്നു. മണ്ണിടിച്ചിൽ സാധ്യത അവിടെ അവസാനിക്കുന്നില്ല. മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട്, ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ചും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലിന് കാരണമെന്നുള്ള ഒരു ആക്ഷേപം തുടക്കം മുതൽ ഉയർന്നിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഇപ്പോൾ ഇതാ ദേശീയപാത 85-ൽ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇന്നലെ വലിയൊരു മണ്ണിടിച്ചിലാണ് ആ ദേശീയപാത 85-ന് സമീപം ഉണ്ടായത്. അവിടെ രാത്രിയാണ് ഈ അപകടം നടന്നതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ആൾനാശം ഉണ്ടായില്ല. വലിയ അപകടത്തിലേക്ക് ആളുകൾക്ക് അപകടം പറ്റിയില്ല എന്നതൊരു വലിയ ആശ്വാസമുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോഴും ഇതാ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുകയാണ്. ജാഗ്രത പാലിക്കണമെന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത്. മേഖലയിൽ ഇപ്പോഴും കനത്ത മഴ പെയ്യുന്നുണ്ട്. ഇടുക്കി അടിമാലി കൂമ്പൻപാറ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചികിത്സയിലിരിക്കുന്ന സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചുമാറ്റി. കാലിലെ രക്തയോട്ടം നിൽക്കുമെന്ന സാഹചര്യത്തിലാണ് കാൽ മുറിച്ചുമാറ്റിയത്. കളമശ്ശേരി രാജഗിരി ആശുപത്രിയിലാണ് സന്ധ്യയുടെ ചികിത്സ തുടരുന്നത്. പ്രചാരണ രംഗത്ത് സജീവമല്ലെന്ന വിമർശനങ്ങൾക്കിടെ രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിൽ മുസഫർപൂരിലെയും ദർബാബിലെയും റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും. സഖ്യകക്ഷികളായ CPI, IIP എന്നിവർക്കെതിരെ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ഈ ആഴ്ച പ്രിയങ്ക ഗാന്ധി പ്രചാരണം ആരംഭിക്കും. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, മഹാസഖ്യം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇതാ ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ വാഗ്ദാനങ്ങളുള്ള പ്രകടന പത്രികയൊക്കെ പുറത്തിറക്കി മുന്നേറുമ്പോൾ മറുവശത്ത് NDA ഇതുവരെ മുഖ്യമന്ത്രിയെ പോലും പ്രഖ്യാപിക്കാതെ ആകെ കുഴഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി പ്രചാരണങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളൊരു വലിയ വിമർശനമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മറികടന്ന് അദ്ദേഹം കൂടി പ്രചാരണ രംഗത്ത് സജീവമാകുന്ന സാഹചര്യം അല്ലേ? അതെ ഭവ്യ, രാഹുൽ ഗാന്ധി കൂടി പ്രചാരണത്തിൽ സജീവമാകുകയാണ്. കാരണം രാഹുൽ ഗാന്ധി ആദ്യം വോട്ടവകാശ യാത്രയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കളം പിടിച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഇതിനിടയിൽ ഇന്ത്യ സഖ്യത്തിൽ തന്നെ സീറ്റ് ഭിന്നത രൂക്ഷമാവുകയും ചെയ്തു. ഏതായാലും ഇത്തരം ചർച്ചകൾ സജീവമായി നിൽക്കെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഏതായാലും സംസ്ഥാനത്തെത്തുന്നത്. 2 ഇടങ്ങളിലാണ് രാഹുൽ ഗാന്ധി ഇന്ന് റാലികളിൽ പങ്കെടുക്കുന്നത്. ആദ്യം മുസഫർപൂരിലാണ്. അവിടെ സിർക്ക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. അതിനുശേഷം ദർബാംഗയിലും രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തും. ഈ 2ഇടത്തും തേജസ്വി യാദവും രാഹുലിനൊപ്പം ഉണ്ടാകും. അവിടെ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് രാഹുൽ വോട്ട് തേടുന്നത്. ഏതായാലും ഛഠ് പൂജ അടക്കം കഴിഞ്ഞു. ബീഹാറിൽ പ്രചാരണം ഇപ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയാണ്. കാരണം വോട്ടെടുപ്പിന് ഇനി 8 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി 7-ാം തീയതി വരെ ഏതാണ്ട് 12 റാലികളിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിക്കും ചില പ്രതിഷേധം, ചില അതൃപ്തിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന്, സീറ്റ് നിർണയം വിചാരിച്ചതുപോലെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം മുന്നണികളിലെ പാർട്ടികൾ തമ്മിലുണ്ടായി. അതിനുശേഷം കോൺഗ്രസിലെ തന്നെ സീറ്റ് വിഭജനത്തിൽ രാഹുൽ ഗാന്ധിക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് തോറ്റവർക്ക് സീറ്റ് നൽകിയില്ല, പകരം വലിയ മാർജിനിൽ തോറ്റ പലർക്കും സീറ്റ് നൽകി. അതിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് മുതൽ ബീഹാറിൽ പ്രചാരണത്തിൽ സജീവമാകുകയാണ്. ഭവ്യ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ചാക്കോ ബോബനും ലിജോ മോൾ ജോസും പ്രധാന വേഷത്തിലെത്തുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. എഡിറ്റർ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പനോരമ സ്റ്റുഡിയോസ് പ്രൊഡക്ഷൻ നമ്പർ 3 എന്ന പേരിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഷാഹി കബീറാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഗുൽഷൻ കുമാർ, ഭൂഷൺ കുമാറിന്റെയും T സീരീസ് ഫിലിംസ് പനോരമ സ്റ്റുഡിയോസുമായി സഹകരിച്ചാണ് ചിത്രം ഒരുക്കുന്നത്.